ഗൈസ്, സോ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, നമ്മുടെ ഐഫോൺ 12 ലോഞ്ച് ആയിരിക്കുന്നു. ഐഫോൺ 12 മാത്രമല്ല 12 പ്രോ ആൻഡ് പ്രോ മാക്സ്. ആൻഡ് ഇതിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ 12 തന്നെ ഇപ്പോൾ ഇറക്കിയേക്കുന്ന 12 മിനി, അതെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഫോണാണ്, സ്മോളസ്റ്റ് ഫോൺ എന്നാണ് ഐഫോൺകാർ പറയുന്നത്. അതാണ് ഈ 12ൻ്റെ കൂടെ ഇറക്കിയത്, 12 മിനിയും 12. അപ്പോൾ ഇതാണ് നമ്മളെ 12 മിനിയും 12. അപ്പോൾ ഈ 12 മിനിയിലെ സൈസ് എന്ന് പറയുമ്പോൾ 5.4 ആൻഡ് 12ലെ സൈസ് എന്ന് പറയുമ്പോൾ 6.1 ആണ് അതിൻ്റെ ഗ്ലാസ്. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് എന്ന് പറയുമ്പോൾ സെറാമിക് ഷീൽഡാണ്. ആൻഡ് ഇത് 4K 60 FPS വരെ ഇതിൻ്റെ റെക്കോർഡിംഗ് റെസൊല്യൂഷൻ ഉണ്ടെന്നാണ്. പിന്നെ ഇതിലെ വേറെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മാക്സ് സേഫ് ആണ്. ആൻഡ് ഇത് വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ്, അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഡ്യുവൽ ക്യാമറയാണ്, ഒരു ഐഫോൺ 11ൻ്റെ കണക്കാണ് ഇതും. ഡ്യുവൽ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇതിൻ്റെ A14 ആണ് ഇതിൻ്റെ മെയിനായിട്ട് പറയുന്നത്, ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചിപ്പ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനതൊന്ന് പറഞ്ഞുതരാം, ലാസ്റ്റാണ് പറയാൻ വെച്ചിരിക്കുന്നത്. ആൻഡ് ഇതിൽ 4 കളറായിട്ടുണ്ട്, 4 കളർ വേരിയൻ്റ് ഒക്കെ ഉണ്ട് ഗൈസ്, നല്ലതാണ്. ഇനി അടുത്തത് അപ്പോൾ ഗൈസ് ഇതാണ് 12 മിനി, നമ്മുടെ ഐഫോൺ 12 മിനി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചെറിയ സൈസാണ്, പോക്കറ്റ് സൈസ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരു വലിയ പോക്കറ്റിലൊക്കെ ഇത് വലിയ സൈസിലേക്കും കാണാനും അത്യാവശ്യം കൊള്ളാം ഗൈസ്. ഇത് നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ 12 മിനിൻ്റെയും 12ൻ്റെയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നത്. സൈസ് വ്യത്യാസമുണ്ട്, 12 മിനിന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ആൻഡ് 12ഉം ഇതിൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ ഒരു ഐഫോൺ എക്സ് കണക്കാണ് എനിക്ക് ഫ്രണ്ട് തോന്നിയത്. ആൻഡ് ഡ്യുവൽ ക്യാമറയാണ് ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് നമുക്കിനി അടുത്തത് നമുക്ക് നേരെ 12 പ്രോയിലും പ്രോ മാക്സിലോട്ടും പോവാം. സോ ലെറ്റ്സ് ഗോ. ഇതാണ് ഗൈസ് നമ്മുടെ ഐഫോൺ 12 പ്രോ. സോ ഇതും ഏകദേശം ഐഫോൺ 11 പ്രോയിൻ്റെ കണക്കത്തെ അതേ ലുക്കാണ്. പക്ഷേ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഐഫോൺ 12ലെ കണക്ക് തന്നെ സെറാമിക് ഷീൽഡാണ് ഇതിൻ്റെയും ഫ്രണ്ട് എന്ന് പറയുമ്പം. ഇത് വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പം ഇത് സൂപ്പർ റെറ്റിന XDR എന്നാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. സൂപ്പർ റെറ്റിന XDR ആണ് ഇതിൻ്റെ. ആൻഡ് ഇതിന് നമുക്ക് പ്രൊസസ്സറിലോട്ട് പോവാം. അപ്പം ഇതും A14 ആണ്. അപ്പം ഇതിലെന്ന് പറയുമ്പം 6 കോർ CPU-വും 4 കോർ GPU ആണ്. ആൻഡ് ഇമേജ് സിഗ്നൽ പ്രൊസസ്സർ നമുക്ക് താഴെ കാണാം. ആൻഡ് ഇതിൻ്റെ തന്നെ വേറെ കുറച്ച് ഫെസിലിറ്റി. 12 പ്രോയിൻ്റെ ക്യാമറയെന്ന് പറയുമ്പം ഇത് 3 ക്യാമറയും 12 MB ആണ്. ആൻഡ് നമ്മളിപ്പോൾ കാണുന്നത് 12 MBൻ്റെ അൾട്രാ വൈഡ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അടുത്ത ക്യാമറയൊന്നും അതേ കണക്ക് 12 MB ക്യാമറ നമുക്ക് കാണാം. ഇത് വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയൊരു ക്യാമറയാണ്. ഇതും ഞാൻ പറഞ്ഞ കണക്ക് തന്നെ 12 MB എന്ന് വെച്ചാൽ ഇത് 3ഉം 12 MB ആണ്. ആൻഡ് ഇത് വൈഡ് ആംഗിളിനാണ് ഉപയോഗിക്കുന്നത് മെയിൻലി. ഇത് 12 MB പറഞ്ഞ കണക്ക് തന്നെ. ആൻഡ് ഇതെന്ന് പറയുമ്പോൾ ടെലിഫോട്ടോ ആണ് ഇതെടുക്കുന്നത്. ഇതാണ് നമ്മുടെ ഐഫോൺ 12 പ്രോ മാക്സ്. ഓക്കെ, ഞാൻ മറ്റേ 12ൽ പറയാൻ വിട്ടുപോയത് മറ്റേ ഇൻറ്റേർണൽ സ്റ്റോറേജിൻ്റെ കുറിച്ചാണ്. നമ്മളെ 11 പ്രോയും പ്രോ മാക്സിലും കിട്ടിയ അതേ വേരിയൻറ്റ് സ്റ്റോറേജ് തന്നെ നമുക്ക് 12 പ്രോയിലും 12 പ്രോ മാക്സിലും കിട്ടുന്നത്. സോ നമുക്കിനി 12 പ്രോ മാക്സിലെ ഫെസിലിറ്റീസ് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ പോകുന്നത് ക്യാമറയിലോട്ടാണ്. ഇത് മറ്റേ 12ൻ്റെ കണക്ക് തന്നെയാണ്, 12 പ്രോയിൻ്റെ കണക്കാണ്. 3 ക്യാമറയും 12 MB വെച്ചിട്ടാണ് പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ആദ്യം എന്ന് പറയുമ്പോൾ ടെലിഫോട്ടോയാണ്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്യാമറ 12 MB ആണ്, ഞാൻ നേരത്തെ പറഞ്ഞാണ്. ആൻഡ് ഇത് ഉപയോഗിക്കുന്നത് ടെലിഫോട്ടോ ആയിട്ടാണ്. നമുക്ക് അടുത്ത ക്യാമറയിലോട്ട് പോകാം. ആൻഡ് ഇതിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ടെലിഫോട്ടോൻ്റെ ഓൾ ന്യൂ സെൻസർ, ഇതിലൊരു സെൻസർ വെച്ചിട്ടുണ്ട്. 47% ലാർജറാണ് ഇതിൻ്റെ ഒരു സെൻസർ. എന്ന് വെച്ചാൽ ഇത് മോഷൻ അറിയാമോ, നമ്മളെ മൂവ്മെൻറ്റ് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു LGയിൽ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ഉണ്ട്, അതേ കണക്ക് തന്നെ ഗിംബൽ കണക്കത്തെ തന്നെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് 1.7 ohm പിക്സലാണ് സെൻസറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം. വേറെ എന്ന് പറയുമ്പോൾ 87% ലോ ലൈറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ കാണപ്പെടുന്നത് മെയിൻലി ഈ ക്യാമറയിൽ. സോ നമുക്ക് ഇനി ഞാൻ പറഞ്ഞ കണക്ക് ഇത് സെറാമിക് ഷീൽഡാണ്. ഇതിൻ്റെ മൊത്തം ഫ്രണ്ട് കവേർഡ് അയക്കുന്ന ഒരു സെറാമിക് ഷീൽഡ് കൊണ്ടാണ്. സോ നമുക്കിനി അതിൻ്റെ മൊത്തം ഫെസിലിറ്റീസ് പ്രോയിൻ്റെയും പ്രോ മാക്സിൻ്റെയും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ടെലിഫോട്ടോനെ കുറിച്ച് പറയാം. ഈ ക്യാമറയിൽ എന്ന് വെച്ചാൽ ഇത് 12ൻ്റെ ആണ്. 12ൻ്റെ പ്രത്യേകതയിൽ നമുക്ക് ടെലിഫോട്ടോ, ഐഫോൺ 12ൻ്റെ പ്രത്യേകത ടെലിഫോട്ടോന്ന് പറയുമ്പം 52 mm ആണ്. ആൻഡ് വൈഡിൽ നമുക്ക് നോക്കാമെങ്കിൽ 26 mm ഉണ്ട്. ആൻഡ് ഫാസ്റ്ററാണ് 1.6. ആൻഡ് ഇതിലെ ലെങ്സ് എന്ന് പറയുമ്പോൾ 7 element ലെങ്സ് ഉണ്ട്. 27% മോർ ലൈറ്റും ആണ് ഇതിൽ പറയുന്നത്. നമുക്ക് നോക്കാമെങ്കിൽ നമുക്ക് അൾട്രാ വൈഡിലും 33 mm ആണ്. ആൻഡ് നൈറ്റ് മോഡും അൾട്രാ വൈഡിലാണ് വിസിബിൾ ആയിട്ടുള്ളത്. സോ നമുക്കിനി പ്രോ മാക്സിലോട്ട് കിടക്കാം. 12 പ്രോ മാക്സ് ആണ് ഗൈസ്. അപ്പോൾ ഇതിൽ ടെലിഫോട്ടോ എന്ന് പറയുമ്പോൾ മറ്റേതിനെയും കാട്ടി കുറച്ചും കൂടെ കൂടുതലാണ്, 65 mm ഉണ്ട്. ആൻഡ് ഇതിൽ പുതിയതായിട്ടുള്ളത് ന്യൂ 5x ഒപ്റ്റിക്കൽ സൂം റേഞ്ചും ഉണ്ട്. ആൻഡ് നമ്മൾ വൈഡിൽ നോക്കാമെങ്കിൽ ഫാസ്റ്റർ അതേ കണക്ക് തന്നെ. ആൻഡ് പിക്സൽ സെൻസർ ഉണ്ട് ഇതിൽ തന്നെ. ആൻഡ് 87% മോർ ലൈറ്റും സെൻസർ ഷിഫ്റ്റും ഉണ്ട്. ആൻഡ് അടുത്ത അൾട്രാ വൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 13 mm ആൻഡ് നൈറ്റ് മോഡ് മറ്റേതിൻ്റെ കണക്ക് തന്നെ സെയിം ആണ്. നമുക്കിനി അതിൻ്റെ ഫെസിലിറ്റീസിലോട്ട്
ഇതെന്ന് പറയുമ്പം ഐഫോൺ 12ലെയും 12 പ്രോയിൻ്റെ മാക്സിൻ്റെ പ്രത്യേകതയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇതിലും മാക്സ് സേഫ് ഉണ്ട്, നമ്മളെ 12ൻ്റെ കണക്ക് തന്നെയാണ്. ആൻഡ് സൂപ്പർ റെറ്റിന XDR ഞാൻ പറഞ്ഞ കണക്ക്, ആൻഡ് 814ൻ്റെ ചിപ്പും 5G ആണ് ഇതും. എന്ന് വെച്ചാൽ ഇതിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഫോണിൽ 5G ആണ്, ഞാൻ നേരത്തെ പറയുന്നു അതാണ് 5G ആണ്. നല്ലൊരു സ്പീഡ് നെറ്റ്വർക്കാണ് അവർ ഉദ്ദേശിക്കുന്നത് 5G എന്ന് തന്നെ. ആൻഡ് വൈഡ് ടെലിഫോട്ടോ, അൾട്രാ വൈഡ് എല്ലാം ഉണ്ട്. ആൻഡ് വേറെ എന്ന് പറയുമ്പോൾ ഇതും അതേ കണക്ക് തന്നെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ആൻഡ് ഗ്രേറ്റ് ബാറ്ററി ലൈഫാണ്, ഞാൻ പറഞ്ഞ കണക്ക് ഫ്രണ്ടിൽ സെറാമിക് ഷീൽഡാണ്. ആൻഡ് 4K HDR വീഡിയോ റെക്കോർഡിംഗ് ആൻഡ് ഡോൾബി വേർഷൻ ആണ് ഇതിൻ്റെ. ആൻഡ് സ്മാർട്ട് HDR3 ആണ്. ഓക്കെ, ഇതിൽ വേറെ എന്ന് പറയുമ്പം ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് തന്നെ നോക്കാം. 12ലെ നോക്കണമെങ്കിൽ 6.1 ആണ്. ആൻഡ് 12 Pro Max ആണെങ്കിൽ നമ്മളെ 12നെക്കാട്ടി കുറച്ചും കൂടെ വലുതാണ്, 6.7 ആണ്. അപ്പം ഇതൊക്കെയായിരുന്നു. ഇനി നമുക്കിത് എന്നാണ് റിലീസ് ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ഗോ. നിങ്ങളിത് ഇപ്പോൾ കാണുന്നതെന്ന് പറയുമ്പോൾ 12ഉം നമ്മുടെ 12ഉം 12 പ്രോയും ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ പ്രീ ഓർഡർ നമ്മൾ ഒക്ടോബർ 16 തൊട്ട് തുടങ്ങും. ആൻഡ് അത് റിലീസാകുന്നത് ഒക്ടോബർ 23 ആണ് ഇത് അവൈലബിൾ ആയി തുടങ്ങുന്നത്. ആൻഡ് നമുക്കറിയാം പ്രീ ഓർഡർ ഞാൻ പറഞ്ഞിരുന്നു ഒക്ടോബർ 16. ആൻഡ് ഇത് റിലീസായി അവൈലബിൾ ആവുന്നത് ഒക്ടോബർ 23. ആൻഡ് അടുത്തെന്ന് പറയുമ്പോൾ നമ്മളെ ഐഫോൺ 12 Pro Maxും ഐഫോൺ 12 മിനിയും. അപ്പോൾ അത് നമ്മുടെ അവൈലബിൾ ആവുന്നത് നവംബർ 13 തൊട്ടാണ്. ഈ മാസം തന്നെയാണ്, ഈ മാസം അടുത്ത മാസം തന്നെയാണ്. സോ അത് രണ്ടും നമ്മൾ അവൈലബിൾ ആവുന്നത് നവംബർ 13 തൊട്ടാണ്. പ്രൈസ് ഞാൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളൊന്ന് നോക്കിയേക്കോ. ഓക്കെ, സോ നമുക്ക് ഇനി എൻ്റെ കുറേ വേരിയൻസ് അവർ ഇറക്കി, ഞാൻ അത് കാണിച്ചു തരാം. സോ ഗൈസ് ഇപ്പോൾ കാണുന്നത് ഇതാണ് ഗൈസ് വേരിയൻറ്റിൻ്റെ. ഇത് നമുക്ക് കാണാം ഐഫോൺ SE തൊട്ട് ഐഫോൺ 12 Pro Max വരെ ഉണ്ട്. ആൻഡ് ഇതിൽ കാണാം നമുക്ക് ഐഫോൺ XR, ഐഫോൺ 11, ഐഫോൺ 12. സോ ഇതൊക്കെയാണ് ഗൈസ് വേരിയൻറ്റ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. ഓക്കെ, ബൈ.